എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി പപ്പായ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ചോറിൻ്റെ കൂടെ ഒരു കറി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. സിമ്പിൾ കറിയാണ് കേട്ടോ. കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ പപ്പായ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊണ്ടയ്ക്കൊന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പപ്പായ കൊണ്ട് നമ്മൾ ഇതിന് മുൻപും 1-2 കറികൾ തയ്യാറാക്കിയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തേക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് തരണേ. അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മൾ പപ്പായയുടെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് അരിഞ്ഞിടുക. തീരെ അങ്ങ് ഘനം കുറഞ്ഞ് അരിയേണ്ട ആവശ്യമില്ല. കുറച്ച് ഘനത്തിൽ തന്നെ അരിഞ്ഞോളൂ കേട്ടോ. കാരണം പപ്പായ നമുക്ക് വളരെ എളുപ്പത്തിൽ വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഈ കറിയിലേക്ക് എടുക്കുന്ന പപ്പായയ്ക്ക് കുറച്ച് മധുരമുള്ളത് എടുക്കുക വെച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പപ്പായയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 പച്ചമുളക് ഒന്ന് അരിഞ്ഞിടുന്നുണ്ട്. ഇനി വേണ്ടത് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പപ്പായ വേവാൻ ആവശ്യമായിട്ടുള്ളത് വെള്ളം കൊടുക്കുക. കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ കുക്കറിൻ്റെ വിസിലിനും വ്യത്യാസം ഉണ്ടാവും. നമ്മൾക്ക് ഇതിനകത്ത് 3 വിസിൽ മതി കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ പപ്പായ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 വിസിൽ കേട്ടിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾക്കിത് അതൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ പപ്പായ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ പപ്പായ നല്ലപോലെ വെന്ത് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കഷ്ണം പോലെ കിടക്കുകയല്ല ഈ കറിയിലേക്ക് വേണ്ടത്. നമ്മൾ തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഓരോ കറികൾക്കും ഓരോ പ്രത്യേകതയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ തവി ഉപയോഗിച്ചിട്ട് നല്ലപോലെ അത് കഷ്ണങ്ങളെല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ കറി തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ്. കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ വീതം രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു കറിയിലേക്ക് നമ്മൾ ചെറിയുള്ളിയോ അതുപോലെ തന്നെ സവാളയോ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ ഒരു പച്ച മണം മാറുന്നത് വരെ ഇപ്പം നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതുമാത്രമല്ല കേട്ടോ, വളരെ ചിലവ് കുറഞ്ഞ ഒരു കറിയും കൂടിയാണ്. നമ്മളിതിനകത്തേക്ക് തക്കാളിയോ അതുപോലെ തന്നെ ഉള്ളി, സവാള ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മസാലകളുടെ അതിപ്രസരം ഇല്ലതാനും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾക്ക് ഈ ഒരു കറിയിലേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ 1/4 ടീസ്പൂണിലും കുറച്ച് താഴെ അത്രയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഈ ഒരു കറി നമ്മൾക്ക് 2 രീതിയിൽ തയ്യാറാക്കി കഴിക്കാം. പുളിയൊന്നും ചേർക്കാതെ ഇതുപോലെ തന്നെ കഴിക്കാനും അസല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഇതിനകത്തേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല. അല്പം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്പം തൈര്, ഒരുപാടൊന്നുമില്ല, ഒരു 1/4 ബൗളോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ചേർക്കുമ്പം ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാതിരിക്കുക കേട്ടോ. ഞാൻ തൈര് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ട തൈര് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഇതാ നമ്മുടെ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തത്. നല്ല ചൂടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വേറൊരു പാത്രത്തിലാണ് തയ്യാറാക്കണമെന്ന് വെച്ചാൽ സ്റ്റൗ ഇപ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. തൈര് ഒഴിച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം മാത്രം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ വന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ ഇതായ ഒരു കറി മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ പപ്പായ കൊണ്ട് കറി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങളുടെയൊക്കെ കമൻറ്റും കൂടെ കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇതുപോലെയുള്ള കറികളൊക്കെ തയ്യാറാക്കി നോക്കാനുള്ള പ്രചോദനം കിട്ടുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.